Good afternoon, sir. So today I am here to talk about the topic comparison between TQM and Kaizen. So total quality management and Kaizen, a continuous change toward betterment, are two fundamental concepts directly dealing with the continuous improvement of quality of processes and performance of an organization to achieve positive transformation in mindset and action of employees and management. So total quality management അഥവാ Kaizen എന്ന് പറഞ്ഞാൽ അതൊരു നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് നല്ലൊരു മാറ്റത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നടക്കുന്നൊരു രണ്ട് പ്രക്രിയകളാണ്. ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ്. ബേസിക്കായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒരു കമ്പനിക്കകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് പ്രോസസ്സസ്, അതായത് തുടർച്ചയായിട്ടുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോസസ്സ് കൊണ്ട് നടത്തുന്ന ആൻഡ് പെർഫോമൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഇൻ മൈൻഡ് സെറ്റ്. അത് മാത്രമല്ല കമ്പനിയിലെ എംപ്ലോയീസിനെയും അവരുടെ ചെയ്യുന്ന ജോലികളിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തുക, അവരുടെ മനസ്സിന് നല്ല രീതിയിൽ കൊണ്ട് നടത്തുക കോർഡിനേഷനോടെ. അതൊക്കെയാണ് ഈ TQM ആൻഡ് Kaizen എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. So for clear understanding and to get maximum benefit from both of these concepts, such as it become mandatory to precisely differentiate between TQM and Kaizen. TQM features primarily focuses on customer satisfaction through improvement of quality. So TQM features primarily focus on customer satisfaction through improvement of quality. TQMൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ മെച്ചം വരുത്തുന്നതിലൂടെ ആൾക്കാരുടെ മനസ്സിനെ പിടിച്ചടക്കുക എന്നതാണ് TQM കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഗോൾ, അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബോത്ത് എ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്, വേറാസ് Kaizen ഈസ് പ്രോസസ്സസ് ഫോക്കസ്ഡ് ആൻഡ് എ ബോട്ടം അപ്പ് അപ്രോച്ച് ഓഫ് സ്മാൾ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ്. നേരെ മറിച്ച് Kaizen എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ആൾക്കാരൊക്കെ അവരുടെ പ്രോസസ്സൊക്കെ നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. Primarily focuses on customer satisfaction through improvement of quality. It is both a top-down and bottom-up approach, whereas Kaizen is process-focused and a bottom-up approach of small incremental changes. Implementation of TQM is more costly as compared to Kaizen. Kaizen വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് പൈസ ചിലവുള്ള ഒരു കാര്യമാണ്. അത് നോക്കി നടത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ത്രൂ Kaizen improvements are made using organizational available resources. Kaizenൽ പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ട് നടത്തുക അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ടാണ്, അല്ലാതെ പുറത്തുനിന്ന് അവരൊന്നും യൂസ് ചെയ്യുന്നില്ല. For the effective implementation of Kaizen, the culture of the organization must be supportive and the result of continuous improvement should be communicated to the whole organization for motivation of all employees and for the success of continuous improvement program in the organization. So for the effective implementation of Kaizen, നല്ല രീതിയിൽ Kaizenനെ കൊണ്ട് നടത്തണമെങ്കിൽ കൾച്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ മസ്റ്റ് ബി സപ്പോർട്ടീവ്. അതായത് ഓർഗനൈസേഷൻ്റെ ഒരു സ്ഥാപനത്തിലുള്ള ആൾക്കാരും അതിൻ്റെ മാനേജേഴ്സ് എല്ലാവരുടെയും നല്ല രീതിയിലൊരു പെരുമാറ്റമായിരിക്കണം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ട് നടത്താൻ പറ്റുന്നൊരു കാര്യമായിരിക്കണം. ആൻഡ് ദ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഹോൾ ഓർഗനൈസേഷൻ. ഒരു മേഖലയിൽ മാത്രമല്ല മെച്ചപ്പെടുക, ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായെന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും എത്തിയിരിക്കണം. അത് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ആയിരിക്കണം എംപ്ലോയീസിന് ഫോർ ദി സക്സസ് ഓഫ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു പ്രോഗ്രാമിൽ മൊത്തത്തിലൊരു മാറ്റം, ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരണമെങ്കിൽ അതിലെ ഗുണങ്ങളെല്ലാ ഭാഗത്തും എത്തിയിരിക്കണം എന്നത് നിർബന്ധമാണ്. സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് Kaizen. A continuous change towards betterment are two fundamental concepts directly dealing with the continuous improvement of quality of process and performance of an organization to achieve positive transformation in minds and action of employees. So for clear understanding and to get maximum benefit from both of these concepts, such as is become mandatory to precisely differentiate between TQM and Kaizen. TQM features primarily focus on customer satisfaction. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ത്രൂ Kaizen improvements are made using organization available resources. What is Kaizen with example? The best examples for companies using Kaizen in the real world. Kaizen is the Japanese term for improvement. അതായത് Kaizen എന്ന വാക്കിനർത്ഥം അതൊരു ജപ്പാനീസ് ടേമാണ്. ഇംപ്രൂവ്മെൻറ്റ് അതായത് മെച്ചപ്പെടുത്തൽ അഥവാ ചേഞ്ച് ഫോർ ദി ബെറ്റർ, നല്ല കാര്യത്തിന് വേണ്ടി മാറ്റം വരുത്തുക, അതായത് നല്ലൊരു മാറ്റം നല്ലൊരു നാളെയിലേക്ക് എന്നൊക്കെ നമുക്ക് പറയാം.
and ideas that is being used when approaching processes in manufacturing, production, engineering, management and the support of other business procedures. Ideas that is being used. അപ്പോൾ ഒരു കമ്പനിക്കുള്ളിൽ ഉപയോഗിക്കുന്ന ചില ഐഡിയാസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഐഡിയാസ് നമ്മൾ മാനുഫാക്ചറിങ് ഭാഗത്താവട്ടെ, പ്രൊഡക്ഷൻ്റെ ഭാഗത്താവട്ടെ, എൻജിനീയറിംഗ് ആവട്ടെ, മാനേജ്മെൻ്റ് ആവട്ടെ, എല്ലാ മേഖലകളിലും നമ്മൾ ഇത് ഉപയോഗിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പോരാതെ തന്നെ ദ ഫൗണ്ടേഷൻ ഓഫ് ദി കായ്സൺ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് 5 ഫൗണ്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ കായ്സൺ എന്ന് പറയുന്ന സംഭവത്തിൽ അത് ഉണ്ടായിരിക്കുന്നത് 5 എലമെൻറ്റ്സ് ഒന്നിച്ച് കൂടിയിട്ടാണ്, 5 ഘടകങ്ങൾ കൂടിയിട്ടാണ് ഈ കായ്സൺ എന്നുള്ളൊരു പ്രത്യേക മേഖല ഉണ്ടായിട്ടുള്ളത്. സോ അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ടീം വർക്ക്, പേഴ്സണൽ ഡിസിപ്ലിൻ, ഇംപ്രൂവ്ഡ് മൊറാൽ, ക്വാളിറ്റി സർക്കിൾസ് ആൻഡ് സജഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച നമ്മൾ പറയുന്ന മാതിരി ഐക്യവത്യ മഹാബലം എന്നൊക്കെ പറഞ്ഞ മാതിരി എസ്പിരിറ്റ് ഡി കോപ്സ് ലൈക്ക് ദാറ്റ്. സോ ടീം വർക്ക്, എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ ലക്ഷ്യം നേടുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതുമാതിരി പേഴ്സണൽ ഡിസിപ്ലിൻ, എല്ലാവർക്കും അവരുടേതായ നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻഡ് ആയിരിക്കണം എല്ലാവരും. അതുപോലെ ഇംപ്രൂവ്ഡ് മൊറാൽ, നല്ല രീതിയിലുള്ള ചിന്തകളിലൂടെ കമ്പനിയെ എങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊക്കെ അവർ ചിന്തിക്കണം. അതുപോലെ ക്വാളിറ്റി സർക്കിൾസ് ആൻഡ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ക്വാളിറ്റി സർക്കിൾസ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും അവർ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആൻഡ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, കമ്പനിയിലെ എംപ്ലോയീസിനും എല്ലാവർക്കും ആ കമ്പനിയിൽ എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നതിലുള്ള ഒരു സജഷൻസ് ഉണ്ടായേ തീരും. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ TQM ഫീച്ചേഴ്സ് പ്രൈമറിലി ഫോക്കസസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി. ഫീച്ചേഴ്സ് പ്രൈമറിലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് അഥവാ സർവീസസിൽ ക്വാളിറ്റി, അതായത് ഗുണം കൂട്ടുന്നതിലൂടെ കസ്റ്റമേഴ്സിനെ പിടിച്ചടക്കുക എന്നതാണ് ഈ TQM ഏറ്റവും നല്ല രീതിയിൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം. It is both a top-down and bottom-up approach, whereas Kaizen is processes-focused and bottom-up approach of small incremental changes. പക്ഷേ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കായ്സൺ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തികൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ വലിയ ലക്ഷ്യങ്ങളെ അവർ കീഴടക്കാൻ ശ്രമിക്കുന്നവരാണ്. നല്ല രീതിയിലുള്ള അപ്രോച്ചാണത്. Processes focused and bottom approach of small incremental changes. So implementation of TQM is more costly as compared to Kaizen. വീണ്ടും പറയുകയാണ്, implementation of TQM. സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കായ്സനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കോസ്റ്റ് അധികമായിട്ടുള്ളൊരു കാര്യം തന്നെ. അതായത് ചിലവ് ഒരുപാട് അധികമാണ് അത് കൊണ്ട് നടത്തണമെങ്കിൽ. Kaizen is an approach to creating continuous improvement based on the idea that small ongoing positive changes can reap major improvements. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ Kaizen എന്ന് പറഞ്ഞ അപ്രോച്ച് ടു ക്രിയേറ്റിംഗ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, തുടർച്ചയായിട്ടുള്ള മെച്ചപ്പെടുത്തൽ അവർക്ക് ആവശ്യമാണ്. ബേസ്ഡ് ഓൺ ദി ഐഡിയ, അവർ കൊണ്ടു നടത്തുന്ന നയം എന്താണെന്ന് വെച്ചാൽ ഓൺഗോയിങ് പോസിറ്റീവ് ചേഞ്ചസ്, നടന്നുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മെച്ചപ്പെടുത്തലുകൾ നടത്താൻ ശ്രമിക്കുന്നവരാണ് ഇവർ. സോ ടിപ്പിക്കലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോപ്പറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റാൻഡ്സ് ഇൻ കോൺട്രാസ്റ്റ് ടു അപ്രോച്ചസ് ദാറ്റ് യൂസ് റാഡിക്കൽ ചേഞ്ചസ് ടു ടോപ്പ് ഡൗൺ എഡിറ്റ്സ് ടു അച്ചീവ് ട്രാൻസ്ഫോർമേഷൻ. സോ ടിപ്പിക്കലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോപ്പറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അതായത് ഇതിപ്പോൾ എല്ലാവരും കൂടിയും ഒത്തൊരുമിച്ചിട്ടുള്ളൊരു പ്രവർത്തനവും അതിലേക്ക് അവർ ഇറക്കുന്ന എഫേർട്ടും അത്രയും നല്ല രീതിയിൽ അവർ കൊണ്ടു നടത്തിയാൽ മാത്രമേ ഈ കമ്പനിയിലും എല്ലായിടത്തും സമൂഹത്തും ഇതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവൂ എന്നതാണ് അടുത്തതായി ഇവിടെ പറയുന്ന കാര്യം. സോ ത്രൂ ദിസ് ഐ ആം കൺക്ലൂഡിങ് മൈ സെമിനാർ. താങ്ക് യു സർ.